الله أكبر الله أكبر الله أكبر മാഷാ അല്ലാ, ഈ ഈന്തപ്പനമരവും ഈ മനോഹരമായിട്ടുള്ള പള്ളിയും കണ്ട നമ്മൾ വിചാരിക്കും നമ്മൾ വല്ല അറബ് നാട്ടിലാണെന്ന്. അല്ല, നമ്മുടെ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി കൊപ്പം റൂട്ടിൽ കോട്ടപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏകദേശം 25,000 സ്ക്വയർ ഫീറ്റിൽ 7 കോടിയോളം ചെലവഴിച്ച് കയറ്റിയ മനോഹരമായിട്ടുള്ള ഒരു മസ്ജിദാണ് എൻ്റെ പിറകിൽ കേട്ടോ. 2 ദിവസമായിട്ടുള്ളൂ ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ട്. അപ്പോൾ ഈ പള്ളിയുടെ കുറച്ച് വിശേഷങ്ങളും ഇവിടുത്തെ കുറച്ച് കാഴ്ചകളാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇതൊന്ന് ഷെയർ ചെയ്യുക. വരും മനോഹരമായിട്ടുള്ള കാഴ്ച കേട്ടോ. സാധാരണ നമ്മൾ പള്ളിയുടെ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് നമ്മുടെ ഷൂവും ചെരുപ്പൊക്കെ മാറ്റി വെക്കാറ്. എന്നാൽ ഈ ഖബർസ്ഥാനി നമ്മൾ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയം കേട്ടോ. ഇത്ര മനോഹരമായിട്ടുള്ള, ഇത്ര വൃത്തിയുള്ള ഒരു ഖബർസ്ഥാനി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയട്ടോ. കാരണം ചെരുപ്പ് ഊരാതെ നമുക്ക് ഇവിടെ കടക്കാൻ തോന്നൂല, ഇവിടേക്ക് കയറാനോ തോന്നൂല. അത്രയും മനോഹരമായിട്ടുള്ള ഖബർസ്ഥാനി. മാഷാ അല്ലാ, ഒരു ഖബർസ്ഥാനിയിലെ പൂന്തോട്ടാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് കേട്ടോ. ഈ ഖബർസ്ഥാനിയിൽ കടക്കുന്നവരുടെ മഹാഭാഗ്യം എന്നല്ലാതെ മറ്റെന്ത് പറയാനാ. ഈ പൂന്തോട്ടങ്ങൾക്ക് നടുവിൽ ഇത്ര മനോഹരമായിട്ട് വൃത്തിയായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഖബർസ്ഥാനി വേറെ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊന്നും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അടിപൊളി പൂന്തോട്ടം, നല്ല ഗാർഡനൊക്കെ രൂപത്തിൽ എല്ലാ സൈഡിലും പൂന്തോട്ടങ്ങളൊക്കെ ഉള്ള മനോഹരമായിട്ടുള്ള ഒരു ഖബർസ്ഥാനി. أشهد أن لا إله إلا الله أشهد أن لا. അപ്പോൾ നമ്മുടെ ഈ മനോഹരമായിട്ടുള്ള കോട്ടപ്പുറം മസ്ജിദിൻ്റെ ഭാരവാഹി കമ്മിറ്റി അംഗങ്ങളാണ്. അപ്പോൾ ചെറിയ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ മറ്റ് മസ്ജിദുകൾക്കും മറ്റ് നാടുകൾക്കും മാതൃകയാക്കാൻ പറ്റിയത്, നിങ്ങളുടെ പേരെന്താണ്? അബീബ് റഹ്മാൻ. ഈ പള്ളിയുടെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ മറ്റുള്ള നാടുകൾക്ക് അനുകരിക്കാൻ പറ്റുന്ന, പള്ളി കയറ്റുന്നവർക്കൊക്കെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് എന്താണ് ഒരു അഡ്വൈസ് ഉള്ളത്? നമ്മൾ പരമാവധി ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ പള്ളികളൊക്കെ എപ്പോഴും എല്ലാവരെയും നമ്മളൊക്കെ വാഹനം ഉപയോഗിക്കുന്നവരാകും. ഇപ്പോൾ ഈ പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹൈവേയിൽ നമ്മളൊക്കെ റോഡ് യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ വാഹനങ്ങൾ ഇപ്പോൾ ഉള്ളിൽ തന്നെ വണ്ടി പാർക്കിംഗ് ഉണ്ട്, മുകളിലുണ്ട്. ഏകദേശം ഒരു 100ഓളം വാഹനങ്ങൾക്ക് നമ്മളിവിടെ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്കുള്ള ഒരു നിസ്കാര ഹാള്, അവർക്കുള്ള ഒരു ഫീഡിംഗ് റൂം, ഭക്ഷണങ്ങളൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ വരുമ്പോൾ അതുകൂടെ അന്യമതസ്ഥർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഇപ്പൊ ഒരു പെട്ടെന്നൊരു ടീം വന്നു, ഒരു വണ്ടി പഞ്ചറായിട്ട് നിൽക്കുകയാണ്, അവർക്ക് ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ ഒന്ന് ബാത്റൂം ഒക്കെ ഉപയോഗിക്കാന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കമ്മിറ്റിയുടെ അനുവാദത്തോടു കൂടി അതൊക്കെ ഉപയോഗിക്കാം. ഒന്നും പ്രയാസമില്ല. എല്ലാവർക്കും പരമാവധി ഉപകാരപ്പെടുന്ന കേന്ദ്രങ്ങളാവണം പള്ളികൾ എന്നുള്ളതാണ് ഞങ്ങളൊരു കൺസെപ്റ്റ് ഉള്ളത്. അതുപോലെ നമ്മൾ നിരവധി പള്ളികളിൽ കണ്ടിട്ടുണ്ട്, പള്ളികളിൽ ബാത്റൂമുകൾ അടച്ചിടല്.